നമസ്കാരം News18 Expressലേക്ക്. GST നഷ്ടപരിഹാര കാലാവധി നീട്ടില്ലെന്ന് കേന്ദ്രം. എന്നാൽ കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് കേന്ദ്രം അറിയിച്ചെന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. രേഖകളെല്ലാം ഉടൻ സമർപ്പിക്കുമെന്നും ബാലഗോപാൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉന്നയിച്ചത്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ ആവശ്യപ്പെട്ടത് കോമ്പൻസേഷൻ്റെ കാലാവധി നീട്ടുന്നതിനാണ്. അതിനെ സംബന്ധിച്ച് കോമ്പൻസേഷൻ കാലാവധി നമ്മൾ നീട്ടാനായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് സംബന്ധിച്ചുള്ള പോസിറ്റീവായ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും അത് ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും അത് പരിഗണിക്കണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണമെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കത് എന്തുകൊണ്ട് നമ്മളത് പറയുന്നു എന്നുള്ളത് കോവിഡും മറ്റ് പ്രളയം പോലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനൊപ്പം തന്നെ ഈ ടാക്സ് റവന്യൂ ന്യൂട്രൽ റേറ്റിനകത്ത് വലിയ കുറവ് വരുത്തിയതുകൊണ്ട്, ലക്ഷറി ഐറ്റങ്ങൾ ടാക്സ് കുറച്ചതുകൊണ്ടുള്ള പ്രശ്നം തന്നെ നമ്മൾ അക്കാര്യം പറഞ്ഞിരുന്നു. ഇക്കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനം അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് തന്നെ GST നഷ്ടപരിഹാരം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഡൽഹിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്ന വിമർശനം സംസ്ഥാനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം. That the entire due on the pending balance of the GST compensation will be cleared as of today. All dues, that is, because I'll just take you back for a minute. As of May 31st, we had cleared all the dues. There was something left in the name of dues for June. Even that is getting cleared. We have decided to release this amount from our own resources, and the same amount will be recouped from the future compensation cess collection. So the amount is not with us, but we are still giving it with our own resources, and the total which is being given out is 16,982 crores. With this release, therefore, the centre would clear the entire provisionally admissible compensation cess dues for 5 years as envisaged in the GST Compensation to States Act 2017. KSRTC തൊഴിലാളി സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. വരുമാനത്തിനനുസരിച്ച് ശമ്പളമെന്ന നിർദ്ദേശത്തിൽ യൂണിയനുകൾക്ക് ആശങ്ക വേണ്ട. സർക്കാർ അനുമതിയോടെ അല്ല നിർദ്ദേശമെന്നും സോണൽ മീറ്റിംഗിലാണ് ഇക്കാര്യം ഉയർന്നു വന്നതെന്നും മന്ത്രി. പ്രായോഗിക തീരുമാനത്തെ തള്ളിക്കളയേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി ആന്റണി രാജു. ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനവുമായി KSRTC മാനേജ്മെന്റ് മുന്നോട്ട്. ഫെബ്രുവരി മാസത്തെ ശമ്പളം പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നൽകുക. ആദ്യ ഗഡു 65% ശമ്പളം വിതരണം ചെയ്യും. ബാക്കി ശമ്പളം സർക്കാർ സഹായം ലഭിച്ച ശേഷം വിതരണം ചെയ്യും. തീരുമാനത്തിൽ പ്രതിഷേധം തുടർന്ന് യൂണിയനുകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിനെ കുരുക്കിയ മുൻ CEO UV ജോസിന്റെ മൊഴി. യൂണിടാക്കിന് വേണ്ടി രേഖകൾ തയ്യാറാക്കിയത് ശിവശങ്കർ. യൂണിടാക്കിന് കരാർ ലഭിക്കാൻ ശിവശങ്കർ ഇടപെടൽ നടത്തി. പദ്ധതിക്ക് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നറിയില്ലെന്നും UV ജോസ്. മുഖ്യമന്ത്രിക്കെതിരെ കെ സുരേന്ദ്രൻ. CM രവീന്ദ്രനും പിണറായിയും ഒരാത്മാവും രണ്ട് ശരീരവും പോലെ പ്രവർത്തിക്കുന്നവർ. CM രവീന്ദ്രന്റെ ചാറ്റുകൾ പുറത്തുവന്നതോടെ സ്വപ്നയുമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കാർക്കുമുള്ള ബന്ധം വ്യക്തമായെന്നും കെ സുരേന്ദ്രൻ. പാലക്കാട് ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടിടങ്ങളിലാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചാലിശ്ശേരി മുലയംപറമ്പിലെ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയത് ഹെലികോപ്റ്ററിൽ. തലശ്ശേരി ചിറക്കരയിലും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി. ടൗൺ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കണ്ണൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഷബീർ എടയന്നൂരിനെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് നടപടി. ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. കരുതൽ തടങ്കലിനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഇറങ്ങിയാൽ ജനങ്ങൾക്ക് യാത്ര സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പുലി ഇറങ്ങിയെന്ന് പറയും പോലെയാണെന്നും VD സതീശൻ. തെറ്റുതിരുത്തൽ രേഖയുമായി CPM. പാർട്ടിയുടെ തണലിലും ഭരണസ്വാധീനത്തിലും നേട്ടങ്ങളും ജോലിയും സ്വന്തമാക്കുന്നത് CPM നേതാക്കളും പ്രവർത്തകരും അവസാനിപ്പിക്കണം. സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള ആർത്തിയിൽ നിന്ന് സഖാക്കൾ മോചിതരാകണം. ഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കണമെന്ന മനോഭാവം പാർട്ടിയിൽ വേരുറപ്പിക്കുന്നതായും രേഖയിൽ മുന്നറിയിപ്പ്.
ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ സിപിഎം കണ്ണൂരിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു. തില്ലങ്കേരിയിൽ തിങ്കളാഴ്ച നടക്കുന്ന യോഗം ജില്ലാ സെക്രട്ടറി എം. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ഇന്ന് മട്ടന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കും. ആകാശ് തില്ലങ്കേരി വിഷയങ്ങളിൽ പ്രതികരിക്കാതെ എ. റഹീം. ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ താൽപര്യമില്ല, ഒന്നും പറയാനില്ലെന്നും എ. റഹീം. ക്രിമിനലുകൾക്ക് മുന്നിൽ വിരണ്ടു നിൽക്കുകയാണ് സിപിഎം എന്ന് പ്രതിപക്ഷ നേതാവ്. പാർട്ടിയെ ഇപ്പോൾ ക്രിമിനലുകൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ക്രിമിനലുകൾ സിപിഎം തന്നെ പറയുന്നവരെ രക്ഷിക്കാൻ സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്നും വി.ഡി. സതീശൻ. ആകാശ് തില്ലങ്കേരി പി. ജയരാജന്റെ സൈബർ പോരാളിയെന്ന് കെ. മുരളീധരൻ. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്താൽ ആകാശ് തില്ലങ്കേരി എല്ലാം വിളിച്ചു പറയും, അതുകൊണ്ട് കീഴടങ്ങാൻ അവസരമൊരുക്കിയെന്നും കെ. മുരളീധരൻ. ആർഎസ്എസുമായി നടത്തിയ ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനവുമായി വിദ്യാർത്ഥി വിഭാഗം. സ്വന്തം സംഘടന ചെയ്താൽ ശരിയും മറ്റുള്ളവർ ചെയ്താൽ തെറ്റുമാകുന്നത് അടഞ്ഞ സംഘടനാ ബോധമാണെന്ന് ഫ്രട്ടേണിറ്റി ദേശീയ സെക്രട്ടറി വസീം ആർഎസ്. ആർഎസ്എസ് ജമാഅത്തെ ചർച്ചകളെക്കുറിച്ചുള്ള വിമർശനത്തിൽ പ്രതികരണവുമായി കെ. സുരേന്ദ്രൻ. എല്ലാ മതന്യൂനപക്ഷങ്ങളുമായും സൌഹൃദമുണ്ടാക്കുന്നതിൽ ചില ആളുകൾക്ക് അസഹിഷ്ണുത, വോട്ട് ബാങ്ക് നഷ്ടമാവുകയെന്ന് കോൺഗ്രസിനും സിപിഎമ്മിനും ഭയമെന്നും കെ. സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയും ആർഎസ്എസും നടത്തിയത് അപകടകരമായ കൂടിക്കാഴ്ചയെന്ന് ഡിവൈഎഫ്ഐ. കൂടിക്കാഴ്ച അങ്ങേയറ്റം നിഗൂഢമാണ്. ഇരുകൂട്ടരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ. റഹീം. പ്രവർത്തക സമിതിയിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ നിലവിൽ മാറ്റമില്ലെന്ന് ശശി തരൂർ. പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായും എല്ലാവരും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും ശശി തരൂർ. തെങ്കാശി ലൈംഗികാതിക്രമ കേസിൽ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്ന് പോലീസ്. മലയാളിയായ റെയിൽവേ ജീവനക്കാരി ഉപദ്രവിച്ചത് പെയിന്റിംഗ് തൊഴിലാളിയെന്ന് നിഗമനം. അക്രമി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി യുവതിയുടെ മൊഴി. തെങ്കാശി സംഭവം റെയിൽവേയുടെ പ്രത്യേക സംഘം അന്വേഷിക്കും. റെയിൽവേ ഡിഎസ്പി പൊന്നുസ്വാമിയുടെ നേതൃത്വത്തിൽ 20 അംഗങ്ങളാണ് അന്വേഷണ സംഘത്തിൽ. പ്രദേശത്ത് റെയിൽവേ പോലീസ് പരിശോധന വ്യാപകമാക്കി. വഴങ്ങണമെന്നും ഇല്ലെങ്കിൽ കൊല്ലുമെന്നും അക്രമി ഭീഷണിപ്പെടുത്തിയതായി യുവതി മൊഴി നൽകി. അക്രമി തമിഴ് സംസാരിക്കുന്ന ആളാണെന്നും ഗാർഡ് റൂമിൽ കടന്ന് കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിനിരയായ യുവതിയുടെ അമ്മ. കളമശ്ശേരി കേസിൽ കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ ശ്രമം നടന്നെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഇത് പരാജയപ്പെട്ടതോടെയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. നഗരസഭാ ജീവനക്കാരി രാനയുടെ സഹായത്തോടെയാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നും അനിൽകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ആദിവാസി യുവാവ് വിശ്വനാഥനുമായി അവസാന മണിക്കൂറുകളിൽ സംസാരിച്ചവരെ ചോദ്യം ചെയ്തു പോലീസ്. ചിലർ മോഷണക്കുറ്റം ആരോപിച്ചതിന്റെ പ്രയാസത്തിലായിരുന്നു വിശ്വനാഥൻ എന്നിവർ മൊഴി നൽകി. സംഭവ ദിവസം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ കൂട്ടിരിപ്പുകാരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ ആർത്തി വേണ്ടെന്ന് മുഖ്യമന്ത്രി. സേവനങ്ങൾ ലഭ്യമാക്കാൻ കാലതാമസം വരുത്തുന്നതും അഴിമതിയാണ്. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കാനുള്ള ചുമതലയല്ല ഉള്ളതെന്ന പൊതുബോധം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി. കൊച്ചിയിലെ നാവിക കമാൻഡും കപ്പൽശാലയും അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ 10 പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായാണ് പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമം ഈ പ്രദേശങ്ങളിൽ ബാധകമായിരിക്കും. കർശന സുരക്ഷാ നിരീക്ഷണം വേണ്ട മേഖലകളുടെ പട്ടിക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടത്. കോട്ടയം എ.ഡി.എം. ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രാ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിച്ച് ജില്ലാ കളക്ടർ പി. കെ. ജയശ്രീ. ജിനു പുന്നൂസ് സ്വകാര്യ യാത്രകളൊന്നും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. കളക്ടർ അന്വേഷണം അട്ടിമറിച്ചതിന്റെ രേഖകൾ News18. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റി. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ വിമാനത്തിലാണ് 7 ആൺ ഇനത്തിലും 5 പെൺ ഇനത്തിൽപ്പെട്ട ചീറ്റകളെയും എത്തിച്ചത്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വില്ലും അമ്പും ചിഹ്നം നഷ്ടമായത് പ്രശ്നമാകില്ലെന്ന് എൻസിപി തലവൻ ശരത് പവാർ. പുതിയ ചിഹ്നം ജനങ്ങൾ അംഗീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്താൽ പിന്നെ ചർച്ച പാടില്ല. അത് അംഗീകരിച്ച് ഒരു പുതിയ ചിഹ്നം എടുക്കണമെന്നും ശരത് പവാർ. ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ വമ്പൻ പ്രതിഷേധത്തിനൊരുങ്ങി ക്രൈസ്തവ സംഘടനകൾ. നാളെ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. 79 സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. രാഷ്ട്രപതിക്ക് നേരിട്ട് നിവേദനം നൽകാനും സംഘടനകൾ ആലോചിക്കുന്നുണ്ട്.
ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് അട്ടപ്പാടി മല്ലീശ്വരമുടിയിൽ ജ്യോതി തെളിക്കാൻ പോയവരെ കാട്ടാന ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. ചിതറിയോടിയതിൽ വീണ് മലപൂജാരി ചിറ്റൂർ സ്വദേശി അരവിന്ദനും സുരക്ഷയൊരുക്കിയ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SI ജയപ്രസാദിനും പോലീസുകാർക്കും പരിക്കേറ്റു. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? മല്ലീശ്വരമുടിയിൽ ജ്യോതി തെളിക്കാൻ പോയവരെയാണ് കാട്ടാന ഓടിച്ചത്. മലപൂജാരിമാർക്കും പോലീസുകാർക്കും പരിക്കുണ്ട് എന്നാണ് അറിയുന്നത്. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കായാണ് അട്ടപ്പാടി മലയിലേക്ക് ഇവരെത്തിയത്. മലപൂജാരിമാർക്കൊപ്പം പോലീസുകാർ, ഇവർക്ക് സംരക്ഷണം നൽകാനുള്ള പോലീസുകാരുണ്ടായിരുന്നു. അവരെയും കാട്ടാന ഓടിച്ചു എന്നാണ് അറിയുന്നത്. 6:30 ചടങ്ങുകൾ തുടങ്ങാനിരിക്കെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പ്രസാദ് വീണ്ടും ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? എല്ലാവരും സുരക്ഷിതരാണോ? ധന്യ, ഇതിൽ ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റാർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. അവരെല്ലാം തന്നെ സുരക്ഷിതരാണ്. മലയെ എത്തുന്നതിന്റെ തൊട്ട് പാതി ദൂരം പിന്നിട്ടപ്പോഴാണ് കാട്ടാനക്കൂട്ടത്തെ മലപൂജാരിമാർ കണ്ടത്. ഇതേ തുടർന്ന് പൂജാരിമാർ വിരണ്ടോടുകയായിരുന്നു. ഇങ്ങനെ ഓടുന്നതിനിടെയാണ് ചിറ്റൂർ സ്വദേശി അരവിന്ദന് നിസ്സാര പരിക്കേറ്റിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അധികൃതരും പറയുന്നത്. പിന്നീട് മറ്റ് മലപൂജാരിമാർ ക്ഷേത്രത്തിലേക്ക്, മല്ലീശ്വരമുടിയിലേക്ക് വിളക്ക് തെളിയിക്കുന്നതിനായി പോവുകയും ചെയ്തു. ശരി, നന്ദി പ്രസാദ്. മഹാശിവരാത്രിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും തുടരുന്നു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, കോഴിക്കോട് തളി ശിവക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം തുടങ്ങി പ്രധാന ശിവക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീം കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിലെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ കൊലപാതകമെന്നാണ് ഉദ്ധവ് താക്കറെ വിമർശിച്ചത്. ഉദ്ധവ് താക്കറെ നേതാക്കളുടെ യോഗം വിളിച്ചു. കാസർഗോഡ് പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ്. മുഹമ്മദ് റനീം അദ്നാൻ എന്ന +2 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോന്നി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കലഞ്ഞൂർ ഇഞ്ചപ്പാറയിൽ അനുവദിച്ച പാറമടയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്ന ആവശ്യം. ഭരണസമിതിയുടെ തീരുമാനം ലംഘിച്ച സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ. ഡോക്ടർ KP കൃഷ്ണൻകുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ആവശ്യമായ മാംസം, മുട്ട, പാൽ എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗസംരക്ഷണ വകുപ്പും ഓണാട്ടുകര വികസന ഏജൻസിയും സംയുക്തമായി നടപ്പാക്കുന്ന ആനിമൽ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്രൊജക്ടായ മാതൃകാ പോത്തുകുട്ടി വളർത്തൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മലപ്പുറം, കോട്ടയം ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയും പരാതികളിൽ പരിഹാരം കാണാൻ ഓൺലൈൻ അദാലത്ത് നടത്തും. മാർച്ച് 15-ന് DGP അനിൽകാന്താണ് അദാലത്ത് നടത്തുക. ഫെബ്രുവരി 22-നാണ് പരാതികൾ നൽകേണ്ട അവസാന തീയതി. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തുന്ന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. സുരക്ഷയ്ക്കായി 700 വനിതാ പോലീസുകാരുൾപ്പെടെ 3000 പോലീസുകാരെ വിന്യസിക്കും. പട്ടികവർഗ വികസന വകുപ്പും ചലച്ചിത്ര അക്കാദമിയും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ചലച്ചിത്ര പഠന പദ്ധതി നടപ്പാക്കുന്നു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 20 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 150 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. സിനിമയുടെ കലാപരവും തൊഴിൽപരവുമായ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. നോർക്ക റൂട്ട്സ് മുഖേന സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ വനിതാ നഴ്സുമാർക്ക് തൊഴിലവസരം. നഴ്സിംഗിൽ BSc, പോസ്റ്റ് BSc, MSc, PhD വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സാണ്. ഫെബ്രുവരി 23-നുള്ളിൽ അപേക്ഷകൾ അയക്കണം. കാസർഗോഡ് മഞ്ചേശ്വരം പൊയ്യത്തബൈൽ ജുമാ മസ്ജിദ് മണവാട്ടി ബീവി മഖാമുറൂസിന് തുടക്കമായി. മാർച്ച് 5 വരെ വിവിധ പരിപാടികൾ നടക്കും. സമാപന ദിവസമായ മാർച്ച് 5-ന് അന്നദാനവും ഉണ്ടാകും.
സാഹോദര്യ പെരുമ ഉയർത്തി കാസർഗോഡ് ചീമേനി പെരുമ്പട്ടയിൽ വിഷ്ണുമൂർത്തി തെയ്യം മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലെത്തി 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പെരുമ്പട്ട പാടർകുളങ്ങര ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ചാണ് പരദേവതയായ വിഷ്ണുമൂർത്തി തെയ്യം പള്ളിയിലെത്തിയത്. ആലുവ ദേശത്ത് ടോറസ് ലോറി ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. കളമശ്ശേരി നഗരസഭ ഓവർസിയർ ഷൈജുവിന്റെ മകൾ ആർദ്രയാണ് മരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ യാത്രയാക്കി മടങ്ങും വഴിയായിരുന്നു അപകടം. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ ചൂണ്ടയിടുന്നതിനിടെ കടലിൽ വീണ യുവാവ് മരിച്ചു. കഴക്കൂട്ടം കാര്യവട്ടം എളുവിള കൃഷ്ണഭവനിൽ മനീഷാണ് മരിച്ചത്. അഴിമുഖത്തുനിന്ന് ചൂണ്ടയിടുന്നതിനിടെ കാൽ വഴുതി കടലിലേക്ക് വീഴുകയായിരുന്നു. തൊടുപുഴ മുട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ലോറിയുമായി കാർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇടുക്കിയിൽ കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മറിയം ബീവിയാണ് മരിച്ചത്. പാണ്ടിക്കാട്ട് നിന്ന് കാർ ബലമായി തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായി ഒരാൾ കൂടി. 4ാം പ്രതി എടവണ്ണ കോടക്കോടൻ വീട്ടിൽ മുഹമ്മദ് അഫീഫിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുഹമ്മദ് റഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത്. ജനുവരി 24-ന് പുലർച്ചെയായിരുന്നു ഒരവംപുരം സ്വദേശി മാടത്തിങ്ങൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാർ പാണ്ടിക്കാട് നിയോ ആശുപത്രി പരിസരത്ത് നിന്ന് 7-അംഗ സംഘം തട്ടിയെടുത്തത്. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച കാത്തിരിപ്പ് മുറി തുറന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉപയോഗിക്കാവുന്ന വിശ്രമ കേന്ദ്രം കൂടിയാണിത്. KSTA സംസ്ഥാന സെക്രട്ടറി NT ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ നിലയുടെ തീരത്ത് മണൽവേട്ട. തിരൂർ CA ജിജോ പോളിന്റെ നേതൃത്വത്തിൽ തിരുനാവായ ബന്ദർക്കടലിലും പരിസര പഞ്ചായത്തുകളിലും പോലീസിന്റെ പരിശോധന തുടരുന്നു. നിരവധി തോണികളും ഒരു ലോറിയും മറ്റ് യന്ത്രസാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 300ഓളം മണൽ ചാക്കുകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. News18 Express പൂർണ്ണമാവുന്നു. നമസ്കാരം.